Welcome back to Learnino. Engineering Assistant Electronics മുന്നേ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, സെക്കൻഡ് പാർട്ട് ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. What is the disadvantage of binary weighted type DAC? So binary weighted type DAC, digital to analog converter. അതിന്റെ disadvantage എന്താണ്? Options: slow switching, requires wide range of resistors, high operating frequency, high power consumption. See, binary weighted type DAC, അത് എങ്ങനെയാണ് അതിന്റെ സർക്യൂട്ട് വരുന്നത് എന്നുള്ളതൊന്ന് മനസ്സിൽ നോക്കുക. എന്താണ് അവിടെ യൂസ് ചെയ്യുന്ന റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്? നമുക്കിപ്പോ R, 2R, 4R, 8R അങ്ങനെയല്ലേ അതിന്റെ വാല്യൂസ് വരുന്നത്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ് കിട്ടണം. ഇനി നമ്മൾ കൂടുതൽ വൈഡ് റേഞ്ച് ഓഫ് വാല്യൂസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂലുള്ള റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ കൂടുതൽ ബിറ്റ്സ് വരുമ്പോൾ എന്താണ്, കൂടുതൽ റെസിസ്റ്റർ വാല്യൂസും യൂസ് ചെയ്യേണ്ടി വരും. സോ requires wide range of resistors എന്നുള്ളതാണ് ബൈനറി വെയ്റ്റഡ് ടൈപ്പ് DACയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി is the right answer. Next, the speakers which cover the frequencies from 16 Hz to 1000 Hz are called squawkers, tweeters, baffle and woofers. ഇത് ആദ്യത്തെ ഓരോന്ന് എന്താ നോക്കാം. woofers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോ ഫ്രീക്വൻസി സൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 20 Hz to 20 Hz മുതൽ ഒരു 1000 Hz വരെ. ഓക്കെ, ഇനി സ്ക്വാക്കേഴ്സ് എന്ന് പറയുന്നത് മിഡ് റേഞ്ച് ഫ്രീക്വൻസീസ് ഹാൻഡിൽ ചെയ്യുന്നതാണ്. അതായത് 300 Hz to 5000 Hz വരെ. ഇനി ഹൈ ഫ്രീക്വൻസി ഹാൻഡിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്, അതായത് 2000 to 20,000 Hz വരെയൊക്കെ വരുന്നതാണ് ട്വീറ്റേഴ്സ്. ബാഫിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്പീക്കർ ടൈപ്പ് അല്ല, അതൊരു സ്പീക്കർ നമുക്ക് ഒരു എൻക്ലോസ് ചെയ്ത ഒരു പാനലാണ്. ഓക്കെ, സ്പീക്കേഴ്സ് മൗണ്ട് ചെയ്ത് വെക്കുന്നത്. സോ അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. woofers is the right answer. Next, a number of identical parallel antennas along a line perpendicular to the line of array axis and each element fed with current of equal magnitude and same phase. ഏത് arrangement ആണ്? broadside array, log periodic array, end-fire array, collinear array. അപ്പോൾ നമ്മൾ ആന്റിനാസ് പഠിക്കുന്ന സമയത്ത് ആന്റിന അറേസ് പഠിക്കുമ്പോൾ ഓരോന്നിലെയും അറേഞ്ച്മെന്റ് എങ്ങനെയാന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. So here പറഞ്ഞിരിക്കുന്ന number of identical parallel antenna along a line perpendicular to the line of array axis. Line of array axis ന് perpendicular ആയിട്ട്. And each element fed with current of equal magnitude and same phase. And it is broadside array, option A. Next, frequencies in ultra high frequency range are normally propagated by UHF ല് ഏതാണ് propagate ചെയ്തത്? സ്പേസ് വേവ്, സ്കൈ വേവ്, സർഫസ് വേവ് ആൻഡ് ഗ്രൗണ്ട് വേവ്. നമുക്ക് നോക്കാം. സ്പേസ് വേവ് വരുന്നത് VHF, UHF, SHF ലാണ്. സ്കൈ വേവ്സ് ഹൈ ഫ്രീക്വൻസിയിലും സർഫസ് വേവ് ലോ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസിയിലാണ് വരുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് സ്പേസ് വേവ്. നെക്സ്റ്റ്, an example for multi-band high frequency receiving antenna. Conical horn, folded dipole, rhombic loop, log periodic. ഇപ്പോൾ വൈഡ് ബാൻഡ് മൾട്ടി ബാൻഡ് ഓപ്പറേഷന്, വൈഡ് ബാൻഡ് അല്ലെങ്കിൽ മൾട്ടി ബാൻഡ് ഓപ്പറേഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ലോഗ് പീരിയോഡിക് ആന്റിനയാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. Next, a pin diode is a semiconductor point contact diode used as a microwave switch, often used as a microwave detector, microwave mixer diode. See, ഒരു പിൻ ഡയോഡിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അത് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് അറിഞ്ഞാലേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആ രീതിയിൽ പഠിക്കണം. അപ്പൊ നമുക്ക് നോക്കാതെ പോയിന്റ് കോണ്ടാക്ട് ഡയോഡായിട്ട് യൂസ് ചെയ്യാറില്ല പിൻ ഡയോഡ്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷനിൽ പറയുന്ന മൈക്രോവേവ് ഡിറ്റക്ടർ. മൈക്രോവേവ് ഡിറ്റക്ടർ ആയിട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. സിഗ്നൽസ് ഡിറ്റക്ട് ചെയ്യുമെങ്കിലും കൂടുതൽ നമ്മൾ ഷോർട്ട് കീ ഡയോഡ്സ് ഒക്കെയാണ്, അല്ലെങ്കിൽ പോയിന്റ് കോണ്ടാക്ട് ഡയോഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് മൈക്രോവേവ് ഡിറ്റക്ടർ ആയിട്ട്. അതേപോലെ തന്നെ മൈക്രോവേവ് മിക്സർ ഡയോഡായിട്ട് യൂസ് ചെയ്യുന്നതും ഷോർട്ട് കീ ഡയോഡ്സ് ഒക്കെയാണ്. ഓക്കെ, അപ്പൊ മൈക്രോവേവ് സ്വിച്ച് ആയിട്ടാണ് നോർമലി പിൻ ഡയോഡ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. Next, the modulation system which is commonly used in telegraphic communication. കൂടുതലും ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇപ്പൊ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ കൂടി നമ്മൾ പഠിക്കണം. വർക്കിങ്ങും കാര്യങ്ങളും മാത്രം പഠിക്കാതെ ആ രീതിയിലും കൂടെ നമ്മൾ പഠിക്കണം. സോ മോഡുലേഷൻ സിസ്റ്റം വിച്ച് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ടെലിഗ്രാഫിക് കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നത് പൾസ് കോഡ് മോഡുലേഷൻ, ടു ടോൺ മോഡുലേഷൻ, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ആൻഡ് സിംഗിൾ ടോൺ മോഡുലേഷൻ. സോ
FSK ആണ് നമ്മൾ ടെലിഗ്രാഫ് കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീ. നെക്സ്റ്റ്, ട്രാൻസ്മിഷൻ റേറ്റ് ഓഫ് ഡാറ്റ ഇൻ മോഡം ഈസ് മെഷേർഡ് ഇൻ. മോഡത്തിലെ ട്രാൻസ്മിഷൻ റേറ്റ് ഓഫ് ഡാറ്റ മെഷർ ചെയ്യുന്നത് ബൈറ്റ്സ് പെർ സെക്കൻഡ്, ജിഗാഹെർട്സ്, ബിറ്റ്സ് പെർ സെക്കൻഡ്, വേർഡ് പെർ മിനിറ്റ്. ഇറ്റ് ഈസ് ബിറ്റ്സ് പെർ സെക്കൻഡ്, ഓപ്ഷൻ സി. Next, the on-off keying method of data transmission is otherwise known as. On-off keying ന്റെ മറ്റൊരു പേര്. It is on-off keying. അതാണ് OK, that is amplitude shift keying. Okay. It is the simplest form of digital modulation. നമുക്കറിയാം. So ഇതില് OK അല്ലെങ്കിൽ on-off keying എന്ന് പറയുന്ന ASK ആണ്, ഓപ്ഷൻ എ. It's a type of microphone used in telephone. ടെലിഫോണിൽ യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ. കണ്ടൻസർ മൈക്രോഫോൺ, റിബൺ മൈക്രോഫോൺ, പീസോ ഇലക്ട്രിക്, കാർബൺ മൈക്രോഫോൺ. കാർബൺ മൈക്രോഫോൺസ് ആണ് നമ്മൾ ടെലിഫോണിൽ യൂസ് ചെയ്യുന്നത്, ഓപ്ഷൻ ബി. It's the type of noise which is having greater impact at high frequency. ഹൈ ഫ്രീക്വൻസിയിൽ ഏറ്റവും അധികം ഇമ്പാക്ട് ഉള്ള നോയ്സ്. റാൻഡം നോയ്സ്, ജോൺസൺ നോയ്സ്, ട്രാൻസിറ്റ് ടൈം നോയ്സ് ആൻഡ് ഷോർട്ട് നോയ്സ്. സോ ഇറ്റ് ഈസ് ട്രാൻസിറ്റ് ടൈം നോയ്സ്. ഹൈ ഫ്രീക്വൻസിയിൽ കൂടുതൽ സിഗ്നിഫിക്കന്റ് ആവുന്നത് ട്രാൻസിറ്റ് ടൈം നോയ്സ് ആണ്. സോ ഓപ്ഷൻ സി is the right answer. Next, which of the following modulation system is the most noise resistant one? ഏത് മോഡുലേഷൻ സിസ്റ്റം ആണ് ഏറ്റവും നോയ്സ് റെസിസ്റ്റന്റ് ആയിട്ടുള്ളത്? PWM, ഡെൽറ്റ, PCM ആൻഡ് ഡിഫറൻഷ്യൽ PCM. സോ പൾസ് കോഡ് മോഡുലേഷൻ PCM ആണ് ഏറ്റവും നോയ്സ് റെസിസ്റ്റന്റ് ആയിട്ട് പറയുന്നത്, ഓപ്ഷൻ സി. And next one, the reason for Rayleigh scattering loss in optical fiber. Optical fiberൽ Rayleigh scattering ഉണ്ടാവാനുള്ള കാരണം. സോ Rayleigh scattering വരുന്നത് ഈ ഗ്ലാസ് മെറ്റീരിയൽ, ഒപ്റ്റിക്കൽ ഫൈബർ ഗ്ലാസ്സിൽ. അപ്പൊ ഗ്ലാസ് മെറ്റീരിയലിലുള്ള സ്ട്രക്ചറൽ ഇറഗുലാരിറ്റീസ് ആണെന്നാണ് പറയുന്നത്. ഓപ്ഷനിൽ നോക്കാം, ബെൻഡിങ് ഓഫ് ഫൈബർ, സ്ട്രക്ചറൽ ഫോൾട്ട് ഇൻ ഗ്ലാസ്, ഇംപ്യൂരിറ്റീസ് പ്രസന്റ് ആൻഡ് ഡ്യൂ ടു ഡിസ്പെർഷൻസ്. ഓപ്ഷൻ ബി is the right answer. Next one, quantization noise occurs in. Quantization noise ഏതിലാ വരുന്നത്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, പൾസ് കോഡ് മോഡുലേഷൻ ആൻഡ് പൾസ് വിത്ത് മോഡുലേഷൻ. നമ്മൾ PCM-ലാണ് അല്ലെ ക്വാണ്ടൈസേഷൻ നോയ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി is the right answer. പൾസ് കോഡ് മോഡുലേഷൻ ആൻഡ് PCM. And the last one, the main disadvantage of CW Doppler radar, that is continuous wave Doppler radar ന്റെ disadvantage. Does not give target range, does not give target position, does not give target velocity and does not give angular position of target. ഈ continuous wave Doppler radar അതായത് ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും, എന്നിട്ട് അതിന്റെ ഡോപ്ലർ ഷിഫ്റ്റ് മെഷർ ചെയ്ത് നമുക്ക് ആ മൂവിങ് ടാർഗറ്റിന്റെ വെലോസിറ്റി മെഷർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ആ റേഞ്ച് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ റിഫ്ലക്റ്റഡ് സിഗ്നലിന്റെ ടൈം ഡിലേ ഇത് മെഷർ ചെയ്യില്ല കണ്ടിന്യൂസ് വേവ് ഡോപ്ലർ റഡാർ. അതുകൊണ്ട് സോ കറക്റ്റ് ആൻസർ ഈസ് ഡസ് നോട്ട് ഗിവ് ടാർഗറ്റ് റേഞ്ച്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ അതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യന് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം.